എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോഫി കുര്യാക്കോസ്. അടുക്കളയും പാചകവുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ടിപ്സ് പറയാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പലർക്കും അറിയാവുന്നതും പലരും ചെയ്യുന്നതുമായിരിക്കും. അങ്ങനെയുള്ളവരെ ക്ഷമിക്കുക. ചിക്കൻ കറിയും ബീഫ് കറിയും മുട്ടക്കറിയും അതുപോലെ വെജിറ്റബിൾ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ അവസാനം നമ്മൾ അല്പം പെരിഞ്ജീരകപ്പൊടി ചേർക്കാറില്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. പലരും അങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾ അങ്ങനെ പെരിഞ്ജീരകം പൊടിച്ച് ചേർത്തിട്ട് അത്ര ടേസ്റ്റ് കിട്ടിയിട്ടില്ല എന്ന്. അത് ഓരോരുത്തരുടെയും കൈപുണ്യമായിരിക്കും. അങ്ങനെ ആ കൈപുണ്യം നമുക്കും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ ചെയ്യുന്നത് പോലെ പെരിഞ്ജീരകം ഒന്ന് പൊടിച്ച് നിങ്ങൾ ഓരോ കറിയിലും ചേർത്ത് നോക്ക്. അതിൻ്റെ രുചി ഇരട്ടിയായിരിക്കും. എങ്ങനെയാണ് ഈ പൊടി ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. 100 ഗ്രാം പെരിഞ്ജീരകമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കഴുകി ഉണങ്ങിയെടുത്തതാണ്. ഒരു 15ഓളം കാഷ്യൂനട്ട് ഉണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് മുഴുവനോടെ, ഒരു 2-3 ലീഫ് കറിവേപ്പില. ചൂടായ പാനിലേക്ക് ആദ്യമേ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. ഇതിൻ്റെ കളർ ഒന്ന് മാറി വരും, അതുപോലെ ഇതിൻ്റെ മണം നന്നായിട്ട് വരും. ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പെരിഞ്ജീരകം ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് ചേർക്കാം. ആ കൂടെ തന്നെ നട്ട്സ് ഒന്ന് ചെറുതാക്കി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെറുതാക്കി ഇട്ടത് എന്തിനാണെന്ന് വെച്ചെന്നാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്നിച്ച് എല്ലാം ഒരേ മൂപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറുതാക്കി ഇട്ടത്. ആ കൂടെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. തീ കൂടി കരിഞ്ഞു പോകരുത്. ആ തീ ഒരു ലോ ടു മീഡിയം. ഇതിൻ്റെ മൂപ്പെന്ന് പറയുന്നത് ഒട്ടുമുക്കാലും ഈ പെരിഞ്ജീരകം പൊട്ടി വരും. പിന്നെ അത് തന്നെയല്ല, കറിവേപ്പില തൈ പൊടിച്ചാൽ ഇങ്ങനെ കണ്ടോ പൊടിഞ്ഞു വരണം. അതാണ് ഇതിൻ്റെ മൂപ്പ്. ഇത് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ചെറു ചൂട്. ആ ചെറു ചൂടോടുകൂടി ഇത് പൊടിക്കുന്നതാണ് നല്ലത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ജാറിൻ്റെ അകത്ത് വെള്ളം ഒട്ടും കാണരുത്, വെള്ളമയം കാണരുത്. നല്ല ഉണങ്ങിയ ജാറായിരിക്കണം. ഇത് നമുക്ക് ജാറിലേക്ക് മാറ്റാം. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനിപ്പം പൊടിക്കുമ്പം ഒരു ചൂട് കാണുമല്ലോ ഈ പൊടിക്ക്. ഇത് നമുക്ക് പൊടിച്ചോണ്ട് വരുമ്പോൾ ഏതായാലും ഒരു ചൂടുണ്ടല്ലോ ഈ പൊടിക്ക്. അപ്പോൾ ഈ പൊടി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അല്പം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടേ കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കാവുള്ളൂ. ചൂടാറട്ടെ. ഇപ്പം ഈ പൊടിക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റായ കണ്ടെയ്നറിൽ അടച്ചു വെച്ച് സൂക്ഷിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് സ്പൂണ് കൊണ്ട് എടുക്കുമ്പോഴൊന്നും ഒട്ടും വെള്ളമയം കാണരുത്. അങ്ങനെ ആയാൽ ഇത് ഒരു 2-3 മാസത്തേക്ക് പുറത്ത് തന്നെ നമുക്ക് സൂക്ഷിക്കാം. ആരും പോകരുത്. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വിശേഷം കൂടി പറയാനുണ്ട്. ഏത് കറിക്കും രുചി കൂട്ടാനുള്ള ഒരു പൊടി, മെഴുക്ക് പുരട്ടിക്കും തോരനും ചാറുകറിക്കും ഒക്കെ ചേർക്കാൻ പറ്റിയ ഒരു പൊടി. അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. 1 കപ്പ് മുതിര. ഇത് ഞാൻ കഴുകി ഉണങ്ങി വെച്ചിരുന്നതാണ്. എൻ്റെ കൈക്ക് 1 കൈ കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഉപ്പുകല്ല്. ഇതിന് ഉപ്പുകല്ല് തന്നെ വേണം. ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. ചൂടായ പാനിലേക്ക് മുതിര ഇട്ട് കൊടുക്കാം. മുതിര ഒന്ന് ചൂടായി വരണം. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതും കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കണം.
അപ്പോൾ മുതിര നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അതിലേക്ക് കറിവേപ്പിലയും ഉപ്പുകല്ലും കൂടെ ചേർക്കാം. ഇതിന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മുതിരയുടെ കളറൊന്ന് മാറണം. അതുപോലെ ഈ കറിവേപ്പില ഒന്ന് ഒടിഞ്ഞു വരണം. ആ വിധത്തിൽ വറുത്തെടുക്കണം. ഈ മുതിരയുടെ കളറും മാറി അതുപോലെ കറിവേപ്പില നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് നിരത്തി വെക്കാം. ഈ പൊടികൾ നന്നായിട്ട് ചൂടാറി കഴിയുമ്പം എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുക. ഒരു 3 മാസത്തോളം ഇത് പുറത്ത് തന്നെ വെക്കാൻ സാധിക്കും. പിന്നെ ഇത് ഒരു കാരണവശാൽ ഇതിൻ്റെ അകത്ത് തണുപ്പടിക്കരുത്. തണുപ്പടിച്ചാൽ ഇതിൻ്റെ അകത്ത് പൂപ്പൽ വരും. അങ്ങനെ അതും ശ്രദ്ധിക്കുക. അതുപോലെ ഈ പൊടി ചേർക്കുമ്പം ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന് ഓർക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഏത് കറിക്ക് ചേർത്താലും അതിന് പണി കിട്ടും കേട്ടോ. ഈ 2 വിധത്തിലുള്ള പൊടികളും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഒരു കൈപ്പുണ്യം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന 2 തരം പൊടികളാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 1 കിലോ ചിക്കന് നമ്മൾ ആവശ്യത്തിനുള്ള മസാലകളെല്ലാം ചേർത്ത് വഴറ്റിക്കഴിഞ്ഞ് അവസാനം ഈ പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂൺ വരെ ചേർക്കാം. തോരനും മെഴുക്ക് പുരട്ടിയും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അളവ് നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. കാരണം പല അളവുകളാണല്ലോ നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ രുചിക്കനുസരിച്ച് ഈ പൊടി കുറച്ച് ചേർക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന പൊടികളാണിത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.